ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഡോക്ടറുടെ പുതിയൊരു വീഡിയോ നമുക്ക് ഇന്നൊന്ന് കണ്ടു നോക്കാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ കാസർഗോഡിന് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് കാര്യത്തിനാണ് കാസർഗോഡ് പോകുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ആരതിപ്പൊടി വയനാട്ടിൽ വെച്ച് നടക്കുന്ന ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടപ്പോൾ എനിക്ക് ഡോക്ടർ എവിടെ പോയി എന്ന് തിരക്കണമെന്ന് തോന്നിയതുകൊണ്ട് രണ്ടാമത് ഞാൻ മീഡിയകളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാണ് ഡോക്ടർ എന്തിനാണ് കാസർഗോഡിന് പോയതെന്ന് മനസ്സിലാക്കിയത്. ആരതിപ്പൊടിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റിൽ ഡോക്ടർ എന്താ ആരതിപ്പൊടിയുടെ ഒപ്പം വരാത്തതെന്ന ചോദ്യമാണ് ഞാനത് സെർച്ച് ചെയ്യാൻ കാരണം. ഫേമസ് ആയ യൂട്യൂബറായ ഖാദർ കരിപ്പൊടിയുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം കാസർഗോഡിന് പോയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖാദർ കരിപ്പൊടിയുടെ വിവാഹമാണെന്ന് കണ്ടു കഴിഞ്ഞ ശേഷം അതിന് താഴെ വന്ന ചില കമൻറ്റുകൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിവാഹ ചടങ്ങിലാണ് ഡോക്ടർ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഈ വിവാഹ ചടങ്ങിൻ്റെ സീനുകളൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി ഞാൻ പറയാം. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay on forever, we'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be. അപ്പോൾ നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഈ ഖാദർ കരിപ്പൊടിയും ഡോക്ടറുമായിട്ടുള്ള വളരെയധികം ഇഷ്യൂ ഏകദേശം ഒരു വർഷം മുമ്പ് നടന്നിരുന്നു. അതായത് ശക്തമായ ഡീഗ്രേഡിങ് നടക്കുന്ന ഏകദേശം ഒരു വർഷം മുമ്പുള്ള സമയം. അത് ആരെന്നും ഏതെന്നും ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അന്ന് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഖാദർ കരിപ്പൊടി 3-4 വീഡിയോ ഡോക്ടർക്കെതിരെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാസർഗോഡിനെ മീറ്റ് ചെയ്യുന്നത് അവർ കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ്. അത് എന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു ഫെബ്രുവരി 6. അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് കാസർഗോഡിന്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിനുശേഷം സത്യം പറഞ്ഞാൽ നമ്മള് പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ഫ്രണ്ട്സായി. ഞാനും അതെടുത്ത് വെച്ച് 2-3 വീഡിയോ ഡോക്ടർക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഖാദർ കരിപ്പൊടിയുടെ കാര്യം എടുത്തു പറഞ്ഞത്. ഞാൻ ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ നേരത്തെ തൊട്ട് കാണാറുണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഖാദർ കരിപ്പൊടിയോട് യോജിക്കാനേ കഴിയുന്നില്ലായിരുന്നു. കാരണം അന്ന് ഖാദർ കരിപ്പൊടിയുടെ ചില ഡയലോഗുകൾ ഉണ്ടായിരുന്നു. ഡോക്ടറോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ ഖാദർ കരിപ്പൊടിയുടെ വിവാഹത്തിനാണ് ഡോക്ടർ ഇന്ന് പങ്കെടുത്തിരിക്കുന്നത്. ഡോക്ടർ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇന്ന് ഡോക്ടറും ഖാദർ കരിപ്പൊടിയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. വളരെ നന്നായ ഒരു കാര്യം തന്നെ. ഡോക്ടറെ ആ വിഷയത്തിന് ശേഷം മനസ്സിലാക്കാൻ ഖാദർ കരിപ്പൊടിക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഡോക്ടർ ഈ വിവാഹത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അന്ന് മുതൽ ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ സന്തോഷം തോന്നിപ്പോയി. അപ്പോൾ ഖാദർ കരിപ്പൊടിക്കും ഡോക്ടർക്കും നല്ലത് വരണേ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.